അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം നടത്തി. വാർഡ് കൗൺസിലർ രാജശ്രീ രാജു ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് TTIയിൽ നടന്നു. വാർഡ് കൗൺസിലർ രാജശ്രീ രാജു ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയശ്രീ VT അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TTI പ്രിൻസിപ്പൽ ഷിയാസ്, ഫോറം സെക്രട്ടറി MK മുഹമ്മദ്, ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ്, വിദ്യാരംഗം കൺവീനർ ഭാഗ്യലക്ഷ്മി TS എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നാടൻപാട്ട് കലാകാരനും സൗത്ത് കോട്ടപ്പടി സ്കൂൾ അധ്യാപകനുമായ MR ശൈലേഷ് നയിച്ച നാടൻപാട്ട് ശില്പശാലയും നടന്നു. കുട്ടികൾ വിവിധ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.